വെച്ചാൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്പെഷ്യലാണ്. നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ ദിവസത്തേക്ക് അല്ലെങ്കിൽ കുറെ മാസത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ അക്കൗണ്ടിൽ 1000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. സോ ഇതിന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് ഈസി അല്ല. നമ്മളൊരു കാര്യം ചെയ്യണം, വൃത്തിക്ക് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ടൈം കൺസ്യൂമിങ് ആണ്, ഡെഡിക്കേഷൻ വേണം, കൺസിസ്റ്റൻസി വേണം, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. സോ ഞാൻ ആക്ച്വലി 1000 സബ്സ്ക്രൈബേഴ്സ് ഇപ്പൊ ജസ്റ്റ് നൗ ആയിട്ട് കുളിച്ചെടുക്കി 1000 സബ്സ്ക്രൈബേഴ്സ് ആയി. സോ ഇപ്പൊ ഞാൻ വിചാരിച്ചു പെട്ടെന്നായതല്ല കേട്ടോ, ഒരുപാട് മാസത്തെ കാത്തിരിപ്പിന് ശേഷം എഫേർട്ടിന് ശേഷമാണ് ആയത്. അപ്പൊ വിചാരിച്ചു ഞാൻ ഒരു വീഡിയോ ഇതിന് ഇടണോ ഇടണ്ടേ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ എന്റെ സിസ്റ്ററിന്റെ അടുത്ത് പറഞ്ഞു നീ ഹാപ്പി ആണോ, സോ ഷെയർ ദ ഹാപ്പിനെസ് വിത്ത് യുവർ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു സ്പിരിറ്റിലാണ് ഞാനിപ്പോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇനീഷ്യലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു അമ്മയായതിനു ശേഷം കുട്ടി ഒക്കെ ഒരു മദർഹുഡ് എംബ്രേസ് ചെയ്യുന്ന ടൈമിലാണ് ഞാൻ യൂട്യൂബിലേക്ക് വരുന്നത്. അതുവരെയൊക്കെ പറഞ്ഞാൽ ജസ്റ്റ് ഒരു യൂട്യൂബ് വാച്ച് ചെയ്തൊരു പേഴ്സൺ മാത്രമാണ്. അപ്പോൾ നമ്മൾ രാത്രി മുതൽ രാവിലെ വരെ കുട്ടിക്ക് കാവൽ ചെയ്തിട്ട് അതിനുശേഷം ഉച്ചയ്ക്ക് കുട്ടി ഉറങ്ങുന്ന സമയത്താണ് നമുക്ക് കുറച്ച് റെസ്റ്റ് കിട്ടുക. ആ സമയത്താണ് ആക്ച്വലി ഞാൻ യൂട്യൂബിൽ വീഡിയോ എടുക്കാനോ അതുപോലെ എഡിറ്റ് ചെയ്യാനോ ഒക്കെ യൂസ് ചെയ്തത്. സോ ഞാൻ എൻ്റെ ഒരു മീ ടൈം അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന കുറച്ച് റിലാക്സിങ് ടൈം ഞാൻ അവിടെ സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഞാൻ ആക്ച്വലി യൂട്യൂബ് ഇത്രയും നാൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോയിരുന്നത്. സോ അത് ആലോചിക്കുമ്പോൾ എനിക്കെന്താ വെച്ചാൽ ഞാൻ എൻ്റെ ഇട്ട എഫേർട്ടിന് എനിക്ക് റിസൾട്ട് കിട്ടിയ പോലെ ഫീൽ ആവുന്നുണ്ട്. അതുപോലെ നമ്മൾ യൂട്യൂബ് മോണിറ്റൈസ് ആവുക എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു ഡ്രീമാണ്, ഈ 1000 സബ്സ്ക്രൈബേഴ്സ് ആവുന്ന പോലെ. അപ്പം ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സക്സസിനെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അനലൈസ് ചെയ്യുന്ന ഒരാളാണ്. സോ നമുക്ക് ഫസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 500 സബ്സ്ക്രൈബേഴ്സ്, അതുപോലെ തന്നെ ഒരു കാറ്റഗറി ഇതുണ്ടല്ലോ, കുറച്ച് ക്രൈറ്റീരിയസ് ഇല്ലാതല്ലോ. അതായത് അപ്പോൾ 500 സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ ഓക്കെ, അതിന് മുമ്പ് 100 സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യം പറയാം. ഇനി 100 സബ്സ്ക്രൈബർ ആവുന്നത് ഏതോ ഒരു മൂവിക്ക് പോയി വന്നിട്ടാണ്. ആ മൂവിക്ക് പോയി വന്നതിന് ശേഷം അമ്മയൊക്കെ കിടക്കുമായിരുന്നു. അപ്പോൾ കിടക്കുമ്പോൾ പെട്ടെന്ന് 100 സബ്സ്ക്രൈബർ ആയപ്പോൾ ഞാൻ ഞെട്ടി അലറി വിളിച്ചു. സോ അത് കേട്ട് ഉറങ്ങണ അമ്മ എന്താണോ പറ്റിയത് ഞെട്ടി നീറ്റു. എന്നിട്ട് അത് ഫുള്ളൊരു കോമഡി ആയിരുന്നു കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് എല്ലാവരും കൂടെ കളിയാക്കിയൊരു കോമഡി ആയിരുന്നു. സോ അതിനുശേഷം 100 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ ഉണ്ടായ സന്തോഷം ഉണ്ടല്ലോ, അതിനേക്കാൾ കുറച്ചും കൂടെ ഉപരിയാണ് എനിക്ക് ഇപ്പോഴത്തെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനുശേഷം 500 സബ്സ്ക്രൈബേഴ്സ് ആയി, പിന്നെ എനിക്ക് 1K വ്യൂവേഴ്സ് കിട്ടാൻ തുടങ്ങി, അതിനുശേഷം 10K വ്യൂവേഴ്സ് കിട്ടാൻ തുടങ്ങി, 40K വ്യൂവേഴ്സ് കിട്ടാൻ തുടങ്ങി. സോ എൻ്റെ വീഡിയോസ് ഇന്ന് കാണുന്ന അത്രയും ആൾക്കാർ, ഒരു ക്രൗഡ് ഉണ്ടല്ലോ എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ സ്ട്രേഞ്ചർ ആയിട്ടുള്ള ആൾക്കാരെ വീഡിയോസ് കാണുക, അവരുടെ കോണ്ടന്റ്സ് കാണുക എന്നൊക്കെ പറയുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിട്ടാണല്ലോ കാണുന്നത്. സോ ആ ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് പറഞ്ഞപ്പോൾ ഐ റിയലി ഹാപ്പി. പിന്നെ അതുപോലെ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത അതുപോലെ തന്നെ ഇതുപോലെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് ആ രീതിയിൽ വീഡിയോസിൻ്റെ നിലവാരം ഉയർത്താനൊക്കെ ഞാൻ ട്രൈ ചെയ്യുക. കാരണം എനിക്കൊന്നും അറിയില്ല, ഞാൻ ടെക്നോളജി വൈസ് ഞാൻ ഭയങ്കര വീക്കാണ്. എനിക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് റിയലി ബിഗ് ടാസ്ക്. ഞാൻ കാണുന്ന പല വീഡിയോസും വെച്ചിട്ട് അതിനനുസരിച്ച് ആ ഒരു അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ്റെ ഒരു ഐഡിയ ഉണ്ടാവും. ആ എക്സ്പെക്റ്റേഷൻ വൈസ് എനിക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ട് എഡിറ്റ് ചെയ്യാനൊന്നും എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. കാരണം എനിക്ക് അത്രയും നോളജ് കമ്മിയാണ്, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ഞാനിപ്പോൾ ഗ്രാജുവലി ഉണ്ടായിരുന്ന എൻ്റെ വീഡിയോൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടെന്ന് എനിക്കറിയാം, വോയിസ് ഓവർ ചെയ്യുമ്പോഴാണെങ്കിലും ഒക്കെ ഞാൻ ഭയങ്കര നെർവസ് ആണ്, കോൺഫിഡൻസ് കമ്മിയാണ്. പക്ഷെ ഇപ്പം എനിക്ക് അതുപോലെ തന്നെ ഇതുപോലെ ക്യാമറയിൽ ഫേസ് ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്കൊരു ബിഗ് ഡീലാണ്, എനിക്ക് വലിയൊരു പ്രശ്നമായിരുന്നു. കാരണം ക്യാമറ ഫേസ് ചെയ്തിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ നൗ ഐ ആം ഡൂയിങ് ദാറ്റ് ഓൾസോ. അപ്പോൾ ആ രീതിയിൽ ഈ യൂട്യൂബ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ബിൽഡിങ്ങിനും അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി ചേഞ്ച് ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില ദിവസങ്ങൾ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഈസി ആയിട്ടുള്ള ജേർണി ഒന്നല്ല കേട്ടോ. ആക്ച്വലി നമുക്ക് ഈ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ വ്ളോഗേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ ടൈം കൺസ്യൂം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ ക്രിയേറ്റിവിറ്റി തിങ്കിങ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് കുറച്ച് ടൈം എടുക്കും. ചിലപ്പോൾ നട്ടുച്ചയ്ക്ക് നട്ടപ്പാതിരാത്രിക്കൊക്കെ ഓരോ ഐഡിയാസ് വരിക, ആ ടൈമിൽ നമുക്ക് നീറ്റ് ചെയ്യാനുള്ള ടൈം വേണം, അതുപോലെ തന്നെ ഫെസിലിറ്റി വേണം, ആ ഒരു സിറ്റുവേഷൻ സറൗണ്ടിങ്ങും കാര്യങ്ങളെല്ലാം വേണം. അതിന് നമുക്ക് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയാലേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനും കിട്ടുള്ളൂ. അതുപോലെ തന്നെ ചില ദിവസങ്ങൾ നമ്മൾ കഷ്ടപ്പെട്ട് നല്ല വീഡിയോസൊക്കെ ഇട്ടിട്ട് വ്യൂവേഴ്സിനെ കയറ്റും, അത് സബ്സ്ക്രൈബേഴ്സിനെ കയറും. പെട്ടെന്ന് ഒരു ദിവസം 10-15 സബ്സ്ക്രൈബേഴ്സൊക്കെ പോകുമ്പോൾ നമുക്ക് വരുന്ന ഡിപ്രഷൻ. ചില വീഡിയോസ് നമ്മൾ അത്രയും ഇത് കയറി വൈറലാകും എന്നൊക്കെ വിചാരിച്ച് ഓരോ വീഡിയോസ് ഇടും. പക്ഷെ അത് നമുക്കൊരു 100 വ്യൂസ് അല്ലെങ്കിൽ ഒരു 10 വ്യൂസ് പോലും കിട്ടാതെ അങ്ങനെ നിൽക്കുമ്പോൾ വരുന്നൊരു ഡീമോട്ടിവേഷൻ, ഇതിനെല്ലാം നമ്മൾ മെൻ്റലിയും അതുപോലെ തന്നെ എല്ലാ രീതിയിലും ചലഞ്ചിങ് ആണ് ഈ ഒരു ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ എൻ്റെ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് മോണിറ്റൈസ് ആക്കലാണ്. സോ അതിനുവേണ്ടി ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ടൈമിൽ ഞാൻ ഡീമോട്ടിവേറ്റഡ് ആയിട്ട് നിർത്തിയാലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അത് നിർത്താൻ എനിക്ക് തോന്നിയില്ല.
സോ നമ്മളങ്ങനെ 1000 സബ്സ്ക്രൈബേഴ്സ് ആയി, കുഴപ്പമില്ലാതെ അക്കൗണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഒരു ദിവസം ഇതുപോലെ അക്കൗണ്ട് മോണിറ്റൈസ് ആയി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോയും കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും പ്രേ ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ കാണുന്ന പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക, വീഡിയോസ് എല്ലാം വാച്ച് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കുക. നമുക്ക് അതിനനുസരിച്ചിട്ട് വീഡിയോസൊക്കെ നമുക്ക് മാറ്റാം. അതുപോലെ തന്നെ പുതിയ വീഡിയോസൊക്കെ അതിലൊക്കെ കൺസിഡർ ചെയ്ത് നമുക്ക് മേക്ക് ചെയ്യാം. അതുപോലെ തന്നെ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. ശരി, അപ്പോൾ ബൈ.